In this video, we can discuss about Slaters rule. So, Slaters rule are some empirical rules used to calculate the effective nuclear charge. So, energy of an orbital. That Slaters rule പറയുന്നതിന് മുമ്പ് energy of an orbital depend ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ്. Firstly, the nuclear charge. Secondly, the principal quantum number. Thirdly, the presence of other electrons in the lower orbitals. ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് എനർജി ഓഫ് എ ഓർബിറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനർജി ഓഫ് എൻ ഓർബിറ്റൽ വേരിയേഷൻ എങ്ങനെയൊക്കെ വരുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മൂന്ന് ഫാക്ടേഴ്സാണ്. ഓക്കെ, സോ പക്ഷെ ഇനി ഒരു അതായത് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ് അല്ല, അതൊരു ഹൈഡ്രജൻ നമുക്കറിയാം അവിടെ ഒരു ആറ്റമേ ഉള്ളൂ, അപ്പോൾ അതൊരു ഇലക്ട്രോൺ അല്ലെങ്കിൽ യൂണി ആറ്റം ആണ് അല്ലേ. അവിടെ വേറെ ഇലക്ട്രോൺസ് ഒന്നും ലോവർ ഓർബിറ്റൽസ് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ എനർജി ഓഫ് എൻ ഓർബിറ്റൽ ഡസ് നോട്ട് എഫക്റ്റ് ബിക്കോസ് ഓഫ് കാരണം അവിടെ ലോവർ ഇലക്ട്രോൺസിൽ എന്താണ് അവിടെ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട്, ലോവർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് സെയിം എനർജി ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2s and 2p ഓർബിറ്റൽസ് ഓഫ് സെക്കൻഡ് എനർജി ലെവൽ. അവിടെ ആണെങ്കിൽ രണ്ടിലും 2s ആണെങ്കിലും 2p ആണെങ്കിലും സെയിം എനർജിയാണ് വരുന്നത്. Okay, similarly 3s, 3p, 3d. These orbitals also, these all orbitals will have the same energy. പക്ഷേ this is not this case will varies in the case of multi-electron atoms. Multi-electron atomsil ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യും. അതായത് ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയും ഇതിനെ. അതായത് എനർജി ഓഫ് എൻ ഓർബിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ലോവർ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആ എനർജി ഓഫ് എൻ ഓർബിറ്റൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ക്രീനിങ് ആണ് ചെയ്യുന്നത്. ലോവർ ഇലക്ട്രോൺസ് ആണെങ്കിൽ ദാറ്റ് ഹയർ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഇതിനെ ഷീൽഡ് ചെയ്യും അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഷീൽഡിങ് ഇഫക്റ്റ് ഓർ സ്ക്രീനിങ് ഇഫക്റ്റ് ഇസ്. സോ ഇറ്റ് ഈസ് ദിസ് ഈസ് ഡ്യൂ ടു ദി ഇൻ്റർവീനിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ലോവർ ഓർബിറ്റൽ ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഇൻ ദി ഹയർ എനർജി ഓർബിറ്റൽസ്. ഓക്കെ, അതായത് അപ്പം നമുക്ക് പറയാൻ പറ്റും, നേരത്തെ നമ്മൾ പറഞ്ഞു 2s, 2p, ദീസ് ടു ഹാസ് ദി സെയിം എനർജി. പക്ഷേ ഈ മൾട്ടി ഇലക്ട്രോൺസിൻ്റെ കേസിൽ അങ്ങനെയല്ല. 2s ഓർബിറ്റൽസിൻ്റെ എനർജിയും 2p ഓർബിറ്റൽസും തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും. സോ അതാണ് സ്ക്രീനിങ് ഇഫക്റ്റ്. സ്ക്രീനിങ് ഇഫക്റ്റ് നമ്മുടെ ന്യൂക്ലിയർ ചാർജിനെ അഫക്റ്റ് ചെയ്യും. സ്ക്രീനിങ് ഇഫക്റ്റ് കാരണം ആക്ച്വൽ ന്യൂക്ലിയർ ചാർജ് ആയിരിക്കത്തില്ല പെർട്ടിക്കുലർ ഓർബിറ്റിന് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് അപ്പം ദി ടോട്ടൽ അല്ലെങ്കിൽ ദി ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ക്യാൻ ബി ഫൗണ്ട് ബൈ സബ്ട്രാക്റ്റിംഗ് ദി screening constant or shielding constant from the actual nuclear charge. അതാണ് ഇസഡ് ഇഫക്റ്റീവ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇസ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇസഡ് ആക്ച്വൽ മീൻസ് ആക്ച്വൽ ന്യൂക്ലിയർ ചാർജ്. സോ ഡ്യൂ ടു ദി ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ബൈ അതർ ഇലക്ട്രോൺസ് ദി ന്യൂക്ലിയർ ചാർജ് ഫെൽറ്റ് ബൈ ദിസ് ഇലക്ട്രോൺസ് വിൽ ബി ലെസ് ദാൻ ദി ആക്ച്വൽ ന്യൂക്ലിയർ ചാർജ്. സോ ഹിയർ അല്ലെങ്കിൽ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിൻ്റെ കേസിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്ലേറ്റേഴ്സ് റൂൾ എന്ന് പറയുന്ന ശരിക്കും സ്ലേറ്റേഴ്സ് റൂൾ എന്ന് പറയുന്നത് ദേ ആർ ദി എംപിരിക്കൽ റൂൾസ് യൂസ് ടു ഡിറ്റർമിൻ ദി കോൺസ്റ്റൻറ്റ്. ഷീൽഡിങ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണമല്ലോ. ഇസഡ് ഇഫക്റ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കവിടെ ഷീൽഡിങ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. ആ കോൺസ്റ്റൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സർട്ടൻ റൂൾസിനെയാണ് നമ്മൾ സ്ലേറ്റേഴ്സ് റൂൾ എന്ന് പറയുന്നത്. സോ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇസ് ഈക്വൽ ടു shielding constant or screening constant minus actual nuclear charge. Screening constant can be calculated with the help of some empirical rules known as Slaters rule. So അതാണ് നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞത്. Clear? It's clear, right? Yes. So now we can discuss the Slaters rule. So these are the Slaters rule. Firstly, the various orbitals are grouped in the following order, starting from the nucleus. So, ഈ order important ആണ്, നോക്കി വയ്ക്കണം. This order is very important. Simple ആണത്. അതായത് എസ് ഉള്ളത് ഇപ്പം 1s ആണെങ്കിൽ അവിടെ 1p വരുന്നില്ല, അപ്പോൾ 1s സെപ്പറേറ്റ്. നെക്സ്റ്റ് then comes 2.
2s and 2p will group together. അവിടെ 2d ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ കേസ് നോക്കുന്നില്ല. 3 വരുമ്പോൾ 2s 2p will group 3s 3p will group together and 3d will be separately ആയിരിക്കും 3dയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഓർബിറ്റൽസ് ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ദി വേരിയസ് ഓർബിറ്റൽസ് ആർ ഗ്രൂപ്ഡ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലേറ്റേഴ്സ് റൂള് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓർബിറ്റൽസിനെ ഈ ഓർഡറിൽ ഫ്രം ദി ന്യൂക്ലിയസ് ഈ ഓർഡറിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് റൂൾ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ, ഇറ്റ്സ് സിമ്പിൾ. നൗ സെക്കൻഡ് റൂൾ, കമ്മിങ് ടു ദി സെക്കൻഡ് റൂൾ, യു ഷുഡ് കോൺസെൻട്രേറ്റ് certain things here. So for an electron in a group of sp electrons എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുന്ന അവിടെ ഏതൊക്കെയാണ് 2s 2p, then 4s 4p, 3s 3p ഇങ്ങനെയൊക്കെ വരുന്ന കേസിലുള്ള ഇലക്ട്രോൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ, സോ ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ ഗ്രൂപ്പ് ഓഫ് sp electrons the value of screening constant is the sum of the following contribution. Sum ആണ് അവിടെയും ശ്രദ്ധിക്കണം, sum ആണ്. Okay, it's the sum of the following contributions. എന്തൊക്കെയാണ് ഇപ്പോൾ sp ഓർബിറ്റൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ sp ഗ്രൂപ്പിൽ വരുന്ന ഇലക്ട്രോൺസിൻ്റെ സ്ക്രീനിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഫോളോയിങ് കോൺട്രിബ്യൂഷൻസ്, ഇത് ഏതൊക്കെ കേസസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെയൊക്കെ സം ആണ്. ഓക്കെ, ഫസ്റ്റ്ലി നോ കോൺട്രിബ്യൂഷൻ ഫ്രം an electron present in higher group. As you know that നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഇലക്ട്രോണിൻ്റെ മേളിൽ വരുന്ന ഇലക്ട്രോൺസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദി ഹയർ ഇലക്ട്രോൺസ് present in the higher orbitals won't affect അല്ലെങ്കിൽ it does not contribute anything to the shielding effect. So there will be no contribution. So അവിടുത്തെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് മുകളിൽ വരുന്ന ഓർബിറ്റൽസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. Second point, a contribution of 0.35 from every other electrons present within the same group of orbitals, example NSNP, under consideration. The contribution of 0.30 from other electrons in 1s orbital if electrons for which s is to be calculated is in 1s orbital. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ്, ഈ പോയിന്റ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. പക്ഷെ നമ്മൾ പറഞ്ഞു പോകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ചെയ്യും. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ഹയർ ഓർബിറ്റൽസിൽ വരുന്ന ഇലക്ട്രോൺസിന് നോ കോൺട്രിബ്യൂഷൻ. സെക്കൻഡ് പോയിന്റ്, ഫ്രം ദി സെയിം ഗ്രൂപ്പ് like if you want to find the shielding constant of an electron present in a group 2, say 2s 2p, here say 2p വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2s 2p. സോ ഒരു ഇലക്ട്രോൺ 2s ഈ ഗ്രൂപ്പിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ സ്ക്രീനിങ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ the remaining electrons contribute 0.35. that is what it is said. And from 1s the contribution will be 0.35. And coming to the next point, contribution of 0.85 per electrons from all electrons in n-1 group, and a contribution of 1.04 per electron for all electrons in n-2 or lower groups. സോ സെക്കൻഡ് പോയിന്റ്, സോ ഇപ്പോൾ പറഞ്ഞ രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് n-1 ഗ്രൂപ്പിൽ നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻസ് പെർ ഇലക്ട്രോൺ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇറ്റ് ഇസ് per electron. Okay, so from n-1 group the contribution per electron will be 0.85, and for n-2 or lower groups the contribution will be 1 per electron for all electrons. Okay, 1 per electron for all electrons. And the final rule of Slaters is that for an electron in a group of d or f electrons, the rule 2a and 2b applies as such. However, the rule 2c and 2d are replaced by the rule that contribution per electron from all electron in the lower group is 1. Okay, sorry, 1.
So എന്താണ് electron, if we consider a contribution of if we consider an electron in D or F group, then what will be the contribution per electron from all electrons? It is 1. n minus 1 ആണെങ്കിലും n minus 2 ആണെങ്കിലും 1 ആണ്. സെയിം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 0.35. ഹയർ ഗ്രൂപ്പ് വരുമ്പോൾ no contribution. Clear, right? So these are what Slaters rule are. It's very simple. It's very simple. So once of all നമ്മൾ പറയുവാണെങ്കിൽ Slaters rule are some empirical rules used to calculate shielding constant. Now there comes why this screening constant or shielding constant is required to be calculated. So there comes shielding effect. Shielding effect എന്തുകൊണ്ടാണ് വരുന്നത്? മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിന്റെ കേസിൽ electrostatic repulsion and the lower electron tend to reduce the force between അല്ലെങ്കിൽ the attraction of nucleus and higher electrons. They creates a screening effect. So that is what screening effect is, and we can come on the empirical formulas or empirical rules. That rules are known as Slaters rule. എന്തൊക്കെയായിരുന്നു empirical rules എന്ന് പറയുന്നത്? Various orbitals ആദ്യം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. Then ns np എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ for no contribution from higher orbitals, 0.35 from every other electrons from the same group, and 0.30 if it is 1s orbital, contribution of 0.85 per electron from all electrons in n-1 group, and contribution of 1 per electron from all electrons in the n-2 group. Then if it is in the case of D and F group, then the first and second rule applies as such. The third and fourth rule is replaced by that a contribution of 1 per electron from all electrons in n-1 group. So these are what Slaters rule are. Clear? Now next video we can discuss about the applications of Slaters rule.